ഷോൾഡർ വേദനയായി ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ? എന്നാൽ നിങ്ങളുടെ ആ വേദനയ്ക്ക് കാരണം ഫ്രോസൺ ഷോൾഡർ ആണോ അതോ മസിൽ പൊട്ടിയിരിക്കുന്നത് റൊട്ടേറ്റർ കഫ് ടിയർ ആണോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സിമ്പിൾ ട്രിക്കുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഞാൻ ഡോക്ടർ ഹരികൃഷ്ണൻ, ഓർത്തോ സർജനാണ്. അപ്പോൾ ഫ്രോസൺ ഷോൾഡർ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മസിലുകൾ അവിടുത്തെ ചുറ്റുമുള്ള ക്യാപ്സ്യൂൾ സ്റ്റിഫായി പശ പിടിച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ ഫ്രോസൺ ഷോൾഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രോസൺ ഷോൾഡറിൽ കൈ പൊക്കാനൊക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെടും, കൂടെ വേദനയും ഉണ്ടാവും. ഫ്രോസൺ ഷോൾഡറിൽ പശ പിടിച്ചിരിക്കുകയാണല്ലോ, അപ്പോൾ നിങ്ങൾ സ്വന്തമായി കൈ പൊക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. മാത്രമല്ല വേറൊരാൾ നിങ്ങളുടെ കൈ പൊക്കാൻ നോക്കിയാൽ അപ്പോഴും ബുദ്ധിമുട്ടുണ്ടാവും, കാരണം അവിടെ പശ പിടിച്ച് സ്റ്റിഫായിരിക്കുകയാണല്ലോ. അപ്പോൾ ഫ്രോസൺ ഷോൾഡറിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ റൊട്ടേറ്റർ കഫ് ടിയർ എന്താണ്? ഈ ഷോൾഡർ ജോയിന്റിന് ചുറ്റുമുള്ള മസിൽ ഗ്രൂപ്പ് ഉണ്ട്, അതാണ് റൊട്ടേറ്റർ കഫ് എന്ന് പറയുന്നത്. ആ മസിൽ പൊട്ടുന്നതിനാണ് റൊട്ടേറ്റർ കഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൈ പൊക്കാൻ സഹായിക്കുന്ന മസിലുകളാണ് അവിടെ പൊട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ സ്വന്തമായി കൈ പൊക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. എന്നാൽ വേറൊരാൾ കൈവിടുത്ത് പൊക്കുമ്പോഴോ ആ മസിലുകളുടെ ആക്ഷനല്ലോ അയാൾ പൊക്കുകയല്ലേ, അപ്പോൾ വേറൊരാൾ പൊക്കാൻ പറ്റുകയും നിങ്ങൾക്ക് കൈ പൊക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, അത് ഷോൾഡർ വേദനയോട് കൂടി ഉണ്ടെങ്കിൽ അത് റൊട്ടേറ്റർ കഫ് ടിയർ ആകാനാണ് സാധ്യത. അപ്പോൾ രണ്ടിനെ കുറിച്ച് നമ്മൾ വിശദമായി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഷോൾഡർ വേദന റൊട്ടേറ്റർ കഫ് മൂലമാണോ ഫ്രോസൺ ഷോൾഡർ മൂലമാണോ എന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും. ഷോൾഡർ വേദനയുള്ളവർ യെസ് എന്നും ഇല്ലാത്തവർ നോ എന്നും കമൻറ്റ് ചെയ്യൂ. ഷോൾഡർ വേദനയ്ക്ക് ബാക്കി പല കാരണങ്ങളുമുണ്ട്, അത് നമ്മൾ വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. എല്ലാവരും ചാനലൊക്കെ ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളൂ.